പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞായറാഴ്ചയാണ്, മാർച്ച് മാസം 15-ാം തീയതി. നമ്മൾ 2026 ആണ്ട് ആരംഭിച്ചിട്ട് 3.5 മാസം പിന്നിടുകയാണ്. അപ്പം ഈ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ നാളുകളിലൊക്കെ പഠിച്ച വചനങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവവചനം നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകും. പുതിയൊരു ജീവിതത്തിൻ്റെ ഒരു വാതിൽ തുറക്കുന്ന ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ ഒരു വഴി തുറക്കുന്ന ഒന്നാണ് ദൈവവചനം. ദൈവം തന്നെയായ വചനമാണ് നാം അറിയുകയും പഠിക്കുകയും നമ്മുടെ ഉള്ളിൽ നിവേശിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് വചനം പഠിക്കുക, വചനത്തിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് 4 വചനങ്ങളെ പഠിക്കാനുള്ളൂ. അത് 11-ാം തീയതി, 12-ാം തീയതി, 13, 14 ബുധനാഴ്ച തൊട്ട് ഇന്നലെ വരെ പഠിച്ച വചനങ്ങളാണ് നാം ആവർത്തിക്കുന്നത്. അത് സങ്കീർത്തനം 130-ാം സങ്കീർത്തനമായിരുന്നു. ആ സങ്കീർത്തനത്തിന് 1, 2, 3, 4 വചനങ്ങളാണ് നാം പഠിച്ചത്. കർത്താവേ, അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. 1-ാമത്തെ ദിവസം പഠിച്ചതാണ്. അതായത് 11-ാം തീയതി പഠിച്ച വചനമാണ്. കർത്താവേ, അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. 12-ാം തീയതി പഠിച്ചത്, കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. അത് 2-ാമത്തെ വചനമാണ്. അതായത് 130-ന്റെ 1ഉം 2ഉം വചനങ്ങൾ. ഇനി 3-ാമത്തെ വചനം 13-ാം തീയതി പഠിച്ച വചനമാണ്. കർത്താവെ, അങ്ങ് പാപങ്ങൾ ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് നിലനിൽക്കാനാവും? അങ്ങ് കർത്താവെ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും? കർത്താവെ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക്? അതായത് മനുഷ്യരെല്ലാം പാപികളാണ്. കർത്താവെ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും? അതായിരുന്നു നാം 13-ാം തീയതി പഠിച്ച വചനം. 14-ാം തീയതി ഇന്നലെ പഠിച്ച വചനമാണ്. അങ്ങ് പാപം പൊറുക്കുന്നതാണ്, എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു. അപ്പോൾ ഈ 4 വചനങ്ങളാണ് 130-ാം സങ്കീർത്തനം. നമ്മളൊന്ന് എല്ലാ വചനങ്ങളും ഒന്ന് ആവർത്തിച്ച് പഠിക്കണം. കർത്താവിനോട് പറയാൻ, കർത്താവെ, അഗാധത്തിൽ നിന്ന്, എൻ്റെ താഴ്മയിൽ നിന്ന്, എൻ്റെ വീഴ്ചയിൽ നിന്ന്, പാപങ്ങളുടെ പടുകുഴിയിൽ നിന്ന് ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുക, എന്നെ രക്ഷിക്കണമേ. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ബാക്കി വചനങ്ങൾ ഓരോന്നോരോന്നായിട്ട് പഠിക്കും. ആ വചനം എല്ലാവരും ഈ പഠിപ്പിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ വചനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കത് വായിക്കുവാനും പഠിക്കുവാനായിട്ട് സാധിക്കും. 130-ാം സങ്കീർത്തനം. കർത്താവേ, അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ യാചനകളുടെ സ്വരം, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. ആമേൻ.